2026 ജൂണിൽ ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന ഏകദിന ത്രിരാഷ്ട്ര പരമ്പരക്കുള്ള ഇന്ത്യ എ ടീമിനെ BCCI ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആതിഥേയരായ ശ്രീലങ്ക എ ടീമും അഫ്ഗാനിസ്ഥാൻ എ ടീമുകൾ കൂടി മാറ്റുരക്കുന്ന ഈ പരമ്പര ജൂൺ 9 മുതൽ ദാംബുള്ളയിലാണ് നടക്കുന്നത്. യുവതാരം തിലക് വർമ്മയാണ് ഇന്ത്യ എ ടീമിനെ നയിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് താരം റിയാൻ പരാഗിനെയാണ് ഉപനായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും തിളങ്ങിയ ഒരു പിടി മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 15-അംഗ ടീമിനെ സജ്ജമാക്കിയിരിക്കുന്നത്. ഈ ടീം പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ സവിശേഷത 15-കാരനായ ബാറ്റിംഗ് വിസ്മയം വൈഭവ് സൂര്യവംശിയുടെ കടന്നുവരവാണ്. 2026-ലെ IPL-ൽ രാജസ്ഥാൻ റോയൽസിനായി ഓപ്പണിംഗിൽ കാഴ്ചവെച്ച അതിഗംഭീരവും വെടിക്കെട്ടും നിറഞ്ഞതുമായ പ്രകടനമാണ് ഈ യുവതാരത്തിന് ഈ അവസരം തേടിയെത്തിയത്. അണ്ടർ 19 ക്രിക്കറ്റിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വൈഭവ് ഈ നേട്ടത്തിലേക്ക് ഉയർന്നത്. ആക്രമണപരമായ ബാറ്റിംഗിന് പേരുകേട്ട പ്രിയാൻഷ് ആര്യയോടൊപ്പമാണ് വൈഭവ് ടീമിൽ ഇടം നേടിയിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള വിദേശ സാഹചര്യങ്ങളിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നത് വൈഭവിന്റെ കരിയറിലെ വലിയൊരു ടേണിംഗ് പോയിന്റായി മാറുമെന്നുറപ്പാണ്. ഇതൊരു സീനിയർ ഏകദിന ടീമിലേക്കുള്ള കന്നിവെളിയാണോ എന്ന കാര്യത്തിലും പലർക്കും സംശയമുണ്ടാകാം. ഇത് ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഇന്ത്യയുടെ റിസർവ് ടീമായ ഇന്ത്യ ഏകദിന ടീമിലേക്കുള്ള വൈഭവിന്റെ ആദ്യത്തെ കോളപ്പാണ്. ഇതിനു മുമ്പ് 2025-ലെ എമർജിംഗ് ഏഷ്യ കപ്പിൽ T20 ഫോർമാറ്റിൽ അദ്ദേഹം ഇന്ത്യ എ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിലും 50 ഓവർ ഫോർമാറ്റിൽ ഇന്ത്യ എക്കായി കളിക്കുന്ന ആദ്യത്തെ അവസരമാണിത്. ഇന്ത്യ എ ടീം എന്നത് സീനിയർ ടീമിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടിയാണ്. അതിനാൽ തന്നെ ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ ഭാവിയിൽ സീനിയർ ഇന്ത്യൻ ടീമിലേക്ക് വൈഭവിന്റെ പ്രവേശനം കൂടുതൽ എളുപ്പകരമാകും.